സത്യം പലപ്പോഴും കെട്ടുകഥകളേക്കാൾ വിചിത്രമാണ്, ഭയാനകമാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച 80% ആളുകൾ വളരെ ദുരിതപൂർണമായ ജീവിതമാവും കാഴ്ചവെക്കുക. അതിൽപ്പെട്ട ഒരുവനായിരുന്നു ഞാൻ. ബികോം പഠനശേഷം കുറെ ജോലി അന്വേഷണത്തിനൊടുവിൽ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ട് ഒരു മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം. ഒപ്പം ആ ജോലിയിൽ താത്കാലികമായ പ്രയാസങ്ങളെ പരിഹരിക്കാം എന്ന് കരുതി വളരെ പെട്ടെന്ന് തന്നെ മൊബൈൽ റിപ്പയറിംഗ്, മൊബൈൽ സോഫ്റ്റ്വെയറിംഗ് എന്നിവ സ്വായത്തമാക്കി. ഒരിക്കൽ എൻ്റെ ഫ്രണ്ടിന്റെ ഉപദേശമനുസരിച്ച് ബാംഗ്ലൂരിൽ പോയി മൊബൈൽ പാർട്സും അതുപോലെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ നല്ല മെച്ചമുണ്ടാകും എന്ന് കരുതി ഞാൻ തീരുമാനമെടുത്തു. ആദ്യം മനസ്സിൽ വിചാരിച്ചത് ട്രെയിനിൽ പോകാം എന്നായിരുന്നു. ഒറ്റയ്ക്കുള്ള യാത്രയുടെ വിരസതയകറ്റാൻ എന്ന് മാത്രമല്ല, വാങ്ങുന്ന സാധനങ്ങൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അവന്റെ ബാഗിലും എൻ്റെ ബാഗിലും ഇട്ട് വരാമല്ലോ എന്ന് കരുതി. ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഓരോ ഫ്രണ്ട്സിനെയും ഞാൻ മാറി മാറി വിളിച്ചു. ആദ്യം വിളിച്ചത് എന്നെ ബാംഗ്ലൂരിൽ പോകാൻ ഉപദേശിച്ച ചങ്കിനെയാണ്. അവൻ പല തിരക്കിലും പെട്ട് ബിസിയായിരുന്നു. പല സുഹൃത്തുക്കളെ വിളിച്ചെങ്കിലും ഉദ്ദേശം നടന്നില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, എന്തായാലും പോകണം എന്ന് ഉറപ്പിച്ചു. എല്ലാം ഒരുക്കിയില്ലേ, പോകാം. പക്ഷേ ട്രെയിൻ മാർഗം ശരിയാവില്ല. സാധനങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉടൻ എൻ്റെ മാമയുടെ മകനെ വിളിച്ചു. അവൻ ദുബായിൽ സ്വന്തം ബിസിനസ് നടത്തുന്നു. ചിലപ്പോൾ 10-20 ദിവസം കൂടുമ്പോൾ വരും. എന്റെ ഉദ്ദേശം, അവൻ വിദേശത്തേക്ക് പോകുമ്പോൾ അവന്റെ വീട്ടിൽ കാർ പോർച്ചിൽ പുതച്ചു മൂടി കിടക്കുന്ന കാറായിരുന്നു. അവനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് ആശ്വാസമായി. ഞാൻ രാത്രി 8 മണിയായപ്പോൾ വണ്ടിയെടുത്ത് കൊണ്ടുപോയി എണ്ണ അടിച്ച് വീട്ടിൽ വന്നു. പിറ്റേന്ന് പുലർച്ചെ പോകാനായിരുന്നു പ്ലാൻ. അന്ന് രാത്രി ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഉറങ്ങിയില്ല. പോകാനുള്ള പുലർച്ചെ വന്നെത്തി. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. കൊണ്ടുപോകാൻ കരുതിയ ബാഗുകൾ എടുത്ത് ഞാൻ പുറപ്പെട്ടു. ആദ്യം പോയത് ബാംഗ്ലൂർ മെജസ്റ്റിക് സിറ്റിയിലായിരുന്നു. അങ്ങനെ കുറെ അലഞ്ഞു. പല പല സിറ്റികൾ മാറി മാറി കറങ്ങിക്കൊണ്ട് ആവശ്യങ്ങൾ 80% നിറവേറ്റി. കയ്യിലിരുന്ന ക്യാഷ് 90% ചെലവഴിച്ചു. ഇരുട്ട് തുടങ്ങിയിരുന്നു. രാത്രിയുടെ നിശബ്ദതയ്ക്കു വേണ്ടി ഇരുട്ട് നേരത്തെ തന്നെ യാത്ര തിരിച്ചിരുന്നു. 7 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ഇരുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇരുളിന്റെ വന്യതയിലേക്ക് വണ്ടിയിറങ്ങും മുമ്പ് ഞാൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ഇറങ്ങാൻ നേരം ഞാൻ ക്യാഷിൽ ഇരുന്ന ആളെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഈ സമയത്ത് പോയാൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, അല്പം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുന്നതാണ് നല്ലത് എന്നയാൾ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവിടുന്ന് ഇറങ്ങി വണ്ടിയെടുത്തു. ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് കരുതി. താപ്പ് കിട്ടിയപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി.